ജൂനിയർ NTRന്റെ കിടിലൻ മാസ് ഫൈറ്റ് പടം ദേവര. ദേവര കണ്ടു, ഭയം വേണ്ട, ജാഗ്രത മതി. NTR വലിയ ആക്ഷൻ രംഗങ്ങളുമായി എത്തുന്ന സിനിമ. ജാൻവി കപൂർ, സെയ്ഫ് അലി ഖാൻ ഇവരൊക്കെ ഉണ്ട്. പടം മൊത്തത്തിൽ നോക്കിയാൽ ഒരു ആവറേജ് ആണെന്നോ ബിലോ ആവറേജ് ആണെന്നോ പറയാൻ പറ്റുന്ന ഒരു പടം. വലിയ പ്രതീക്ഷകളോടെയാണ് വന്നിട്ടുള്ളത്. പല ഭാഷകളിലായി ഉണ്ട്. ഞാൻ മലയാളത്തിലാണ് കണ്ടത്. അപ്പം NTR എന്ന് പറയുന്ന ഒരു സ്ഥലം, ഒരു വില്ലേജ്, ഒരു മലയ്ക്ക് കീഴിലുള്ള വില്ലേജ്. അവിടെ ഒരു 4 വില്ലേജ് ഉണ്ട്. അവിടെയുള്ള 4 വില്ലേജിലെ ആൾക്കാർ ചേർന്ന് വലിയ പൂജയും ആഘോഷങ്ങളുമായി എത്തുന്നു. അപ്പോൾ ഇവരുടെ ആൻസിസ്റ്റേഴ്സ്, മുൻ തലമുറക്കാരും ബ്രിട്ടീഷുകാർക്ക് എതിരെ ഫൈറ്റ് ചെയ്തിട്ട് രാജ്യത്തെ രക്ഷിച്ച വലിയ പൈതൃകമൊക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷെ അവരുടെ കൊച്ചുമക്കൾ എന്ന് പറയുന്നത് ഈ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ആൾക്കാരാണ്. അപ്പം പിതൃക്കളുടെ വലിയ പേരൊക്കെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കൂട്ടത്തിൽപ്പെട്ടതായിട്ട് ഇവർ വരുന്നു. NTRും NTRന്റെ ടീമും. അതിൽ സൈഫ് അലി ഖാനൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. കുറേ നാളായി മലയാളത്തിലൊന്നും കാണാത്തപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇത് എവിടെ പോയിന്ന്. അപ്പോൾ തെലുങ്കിലേക്ക് അഭിനയിക്കാൻ പോയതാണ്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്. പ്രധാന കഥാപാത്രങ്ങളായെത്തുന്ന നടി ജാൻവി കപൂറാണ്. അപ്പോൾ സിനിമയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന, അടിപൊളിയായിട്ട് നിൽക്കുന്നുള്ളത് ഇതിൻ്റെ മ്യൂസിക്കാണ്. അനിരുദ്ധാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയായിട്ട് നോർമൽ ഒരു സീൻ പോലും അപ്ലിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലുള്ള മ്യൂസിക്കാണ് ചെയ്തിട്ടുള്ളത്. അത് ഭയങ്കര രസമായിട്ട് നിൽക്കുന്നുണ്ട്. ഓരോ മൊമെൻറ്റ്സിലും അതിനനുസരിച്ച് ഒരു പോപ്പ് ടൈപ്പ് സാധനം വരെ ഇതിലുണ്ട് കേട്ടോ. മലയാളത്തിലേക്ക് പാട്ടുകൾ ഡബ് ചെയ്യുമ്പം അത്യാവശ്യം വിയേർഡായിട്ടും ഇതായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ കൊള്ളാം. മലയാളത്തിലാണെങ്കിൽ കൂടി ഡബ്ബിങ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇതിൻ്റെ സീൻസാണ്. സീൻസ് അടിപൊളിയാണ് കേട്ടോ. അതായത് ഈ ഒരു സ്ഥലത്തിൻ്റെ, ചെങ്കടൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ കൃത്യമായ വളരെ ഭംഗിയുള്ള കുറേ സീൻസും സീനറീസും അതിൻ്റെ ഹെലിക്യാം ഷോട്ട്സൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഷോട്ട്സൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സീൻസിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ തിരക്കഥയിലേക്ക് വരുമ്പം ദേവര എന്ന് പറയുന്ന ക്യാരക്ടർ NTR ചെയ്തിട്ടുള്ളത്. ദേവരയാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വലിയ ശക്തൻ എന്നൊക്കെ പറയുന്ന ഒരാൾ. ഇതിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നത് സെയ്ഫ് അലി ഖാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ ദേവര ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഈ കപ്പൽ മാർഗം വരുന്ന സാധനങ്ങൾ കൊള്ളയടിക്കുന്ന ആ ടീമിൽ പെട്ടതാണ്. അങ്ങനെ പക്ഷേ ഈ കൊള്ളയടിക്കുന്നത് തെറ്റാണെന്ന് കൂട്ടത്തിൽ ദേവര തിരിച്ചറിയും. ഇയാൾ ബാക്കിയുള്ളവരെ ഒപ്പോസ് ചെയ്യാൻ നിൽക്കുമ്പം നോർമലി ബാക്കിയുള്ളവർ ഇയാൾക്കെതിരെ വരികയും ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ഫൈറ്റുകളാണ്. പിന്നെ ഈ കടൽക്കരയിൽ വെച്ചിട്ടുള്ള കൊലപാതകങ്ങൾ, ഈ കൊലപാതകങ്ങൾ അത് കോമഡി ആട്ടോ. അതായത് ഒരു 20 പേരെ അല്ലെങ്കിൽ ഒരു 50 പേരെ കടൽക്കരയിൽ നിന്ന് കൊല്ലുമ്പം കടൽ മൊത്തം അങ്ങോട്ട് ചുവന്ന് കളറാവുക. ഗ്രാഫിക്സ് വർക്കൊക്കെ അടിപൊളിയാണ്. അതൊരു പാട്ടാണ്. ഗ്രാഫിക്സ്, കടലിൻ്റെ അടിവശം, അവിടെ കിടക്കുന്ന കുറേ സാധനങ്ങൾ, അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ തെലുങ്ക് അവരുടെ ഒരു സിനിമ കൾച്ചറുമായിട്ട് നോക്കുമ്പം അവർക്ക് ഓക്കെ ആയിരിക്കും. പക്ഷെ ആസ് എ മലയാളി വ്യൂവർ എനിക്കത് ഡൈജസ്റ്റ് ആവാൻ ബുദ്ധിമുട്ടാണെന്ന് പറയാം. അങ്ങനെ ഒരു മാസ് അടി ഫൈറ്റ് ഇത് മാത്രം എക്സ്പെക്റ്റ് ചെയ്ത് പോകുന്നവർക്ക് ഒരു ഓക്കെ പടമായിരിക്കും. അടിയൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫൈറ്റ് സീൻസൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇതിലങ്ങനെ കൂടുതൽ ഇപ്പോൾ സെക്കൻഡ് പാർട്ട് വന്നാൽ തന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ദേവരൻ്റെ മകൻ വരുന്നുണ്ട്, പിന്നീട് എന്ത് സംഭവിക്കും, അങ്ങനെ കുറച്ച് കഥകളൊക്കെ അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ ഇൻ്റർവെല്ല് വരെ കൊണ്ടുപോയത് നന്നായിട്ടുണ്ട്. ഇൻ്റർവെല്ലിന് ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളൊരു ത്വര നമ്മളിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഓഫ് സിനിമയല്ല. പിന്നെ ഈ NTRന്റെ മാസ് കാണാനും സെയ്ഫ് അലി ഖാനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളിയുടെ പാട്ടൊക്കെ നൈസായിട്ടുണ്ട്. ഷൈൻ ടോം ചാക്കോ അതിൻ്റെ ഇടയിൽ കോമഡി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ബാക്കി എല്ലാവരും ഇപ്പം ഒരു തെലുങ്ക് സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട നടൻ സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അയാളെ ഭയങ്കര സൈലൻ്റായിട്ട് ഇങ്ങനെ നോക്കിയേക്കും. പക്ഷേ ഷൈൻ ടോം ചാക്കോക്ക് അതിനുള്ള മൂടൊന്നുമില്ല. പുള്ളി വേറെ മൂഡില്ല. പുള്ളി ആ സമയത്ത് സിഗരറ്റ് വലിക്കുക, മുണ്ട് ശരിയാക്കുക, അഭിനയിക്കുക എന്ന് പറയില്ല. ആ സമയത്ത് പോലും പുള്ളിയുടെ അഭിനയം പുറത്തെടുക്കുന്നുണ്ട്. അപ്പം അത് ഷൈൻ ടോം ചാക്കോനെ നമുക്ക് സ്പെഷ്യലായിട്ട് എടുത്തു കാണാൻ പറ്റും. പിന്നെ പുള്ളിയുടെ എന്താ പറയുക, ഇൻ്റർവ്യൂസിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു സാധനമില്ല, ആ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു മൂഡിലേക്കാണ് ഷൈൻ ടോം ചാക്കോനെ കാസ്റ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട റോള് തന്നെയാണുള്ളത്. പിന്നെ നമ്മുടെ നരേൻ ചെറിയൊരു പാട്ടിലാണ് എത്തുന്നുള്ളത്. പക്ഷെ നരേനുണ്ട്. അങ്ങനെ മലയാളത്തിൽ നിന്ന് 1-2 നടന്മാരൊക്കെ ഉണ്ട്. ജാൻവി കപൂറിനൊന്നും അങ്ങനെ വലിയ പ്രാധാന്യമുള്ള ക്യാരക്ടറൊന്നും അല്ല.
ഭാര്യയാണ്. പിന്നെ ദേവരയുടെ കഥ തന്നെയാണ് മെയിനായിട്ട് പറയുന്നത്. ആ ഒരു സ്ഥലം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു സ്ഥലത്തിൻ്റെ ഒരു മൊത്തത്തിൽ എടുത്തു നോക്കിയാലും സീൻസ് ആയാലും ആ മല, കടൽ, പിന്നെ പ്രകാശ് രാജ് ഉണ്ട്. പ്രകാശ് രാജ് എന്താ പറയുക, ഒരു തള്ളിസ്റ്റ് അപ്പൂപ്പൻ ഉണ്ടാവില്ലേ എല്ലാ സിനിമയിലും, അയാൾ അങ്ങനെയായിരുന്നു, അയാൾ ഇങ്ങനെയായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ മറ്റേ ഇയാൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെയുമ്പോൾ പറയുന്ന കഥ പറയുന്ന പോലെ തന്നെയാണ് പ്രകാശ് രാജ് ഇതിൽ ദേവരേനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ തള്ളി മറിക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് പ്രകാശ് രാജ് എത്തിയിട്ടുള്ളത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാ ഓഡിയൻസിനും അങ്ങനെ ഇഷ്ടപ്പെടണം എന്നൊന്നുമില്ല. വലിയ കുഴപ്പമില്ലാത്ത ഒരു ഓക്കെ ഫിലിം, ഒരു ആവറേജ് ഫിലിമാണ്. അടികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയൊരു സിനിമയാണ്. അപ്പോൾ കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.